കായംകുളം നഗരസഭയിൽ കഴിഞ്ഞ 2.5 വർഷക്കാലമായി ഒഴിഞ്ഞുകിടക്കുന്ന യൂത്ത് കോർഡിനേറ്റർ തസ്തികയിൽ നിയമവിരുദ്ധമായി ഇഷ്ടക്കാരെ നിയമിക്കാനുള്ള നീക്കം നിർത്തിവെക്കണമെന്ന് UDF പാർലമെന്ററി പാർട്ടി ആവശ്യപ്പെട്ടു. പിൻവാതിൽ നിയമനം നടത്താൻ നടത്തിയ ശ്രമം ഉപേക്ഷിക്കണമെന്നും മതിയായ പരസ്യം നൽകി ആളെ നിയമിക്കാൻ ബന്ധപ്പെട്ടവർ തയ്യാറാകണമെന്നും അല്ലാത്തപക്ഷം നിയമപരമായി നേരിടുമെന്നും UDF നേതാക്കൾ പറഞ്ഞു. കായംകുളം നഗരസഭയിൽ കഴിഞ്ഞ 2.5 വർഷക്കാലമായി ഒഴിഞ്ഞുകിടക്കുന്ന യൂത്ത് കോർഡിനേറ്റർ തസ്തികയിൽ നിയമവിരുദ്ധമായി ഇഷ്ടക്കാരെ നിയമിക്കാനുള്ള നീക്കം നിർത്തിവെക്കണമെന്ന് നഗരസഭ UDF പാർലമെന്ററി പാർട്ടി ആവശ്യപ്പെട്ടു. സ്വജനപക്ഷക്കാരനായ ഒരാളിനെ യൂത്ത് കോർഡിനേറ്ററായി നിയമിക്കാൻ വ്യാജ രേഖകൾ ചമച്ചാണ് ചെയർപേഴ്സൺ കൗൺസിലിനെ തെറ്റിദ്ധരിപ്പിക്കാൻ അജണ്ട വെച്ചത്. അജണ്ടയിൽ പ്രതിപക്ഷത്തു നിന്നൊരു ചോദ്യം ഉന്നയിച്ചു. എന്താണ്? പത്രത്തിൽ പരസ്യം നൽകിയാണോ ആളിനെ തീരുമാനിച്ചതെന്ന്. ആദ്യം പറഞ്ഞു പത്രത്തിൽ പരസ്യം നൽകിയെന്ന്. പക്ഷേ പത്രത്തിൽ പരസ്യം നൽകിയിട്ടില്ലെന്ന് പിന്നീട് തെളിഞ്ഞു. അങ്ങനെ പത്രത്തിൽ പരസ്യം കൊടുക്കാതെ ഇഷ്ടക്കാരന് ഒരാളിന് 8 മാർക്ക് നൽകി ഇന്നലെ നിയമിക്കാൻ നടത്തിയ ശ്രമമാണ് തകർന്ന് തരിപ്പണമായി താഴെ വീണത്. അതുകൂടാതെ ഇന്നലെയാണ് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി കൂടിയത്. വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഇന്നലെ കൂടുന്നതിന് മുന്നോടിയായി 4 ദിവസത്തിന് മുമ്പ് കൗൺസിലിന് നോട്ടീസ് ഇറക്കി. കൗൺസിൽ നോട്ടീസിനകത്ത് ചേർത്ത 6-ാം നമ്പർ അജണ്ട ഇന്നലെയാണ് 11 മണിക്ക് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ ചർച്ച ചെയ്തത്. വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിൽ ചർച്ച ചെയ്തിട്ട് ഇത് അജണ്ടയായി വരാവൂ എന്നാണ് നിയമം അനുശാസിക്കുന്നത്. എല്ലാ സ്റ്റാൻഡിംഗ് കമ്മിറ്റികൾക്കും അതിൻ്റേതായ അധികാരങ്ങളുണ്ട്. വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഇന്നലെ 11 മണിക്ക് വിളിച്ചു കൂട്ടുകയും അതിന് മുന്നോടിയായി അജണ്ട തയ്യാറാക്കി ഗൂഢമായി ഒരാളിനെ നിയമിക്കാൻ നടത്തിയ ശ്രമം ചെയർപേഴ്സൺ അടിയന്തരമായി പിൻവലിച്ച് നഗരസഭാ കൗൺസിലർമാരോട് ക്ഷമ പറയണം. അതല്ലെങ്കിൽ അതിനെ നിയമപരമായി ശക്തമായി നേരിടും. ഞാൻ ഇത് സംബന്ധിച്ച് ഇന്ന് രാവിലെ കായംകുളം നഗരസഭാ സെക്രട്ടറിക്ക് എതിർപ്പ് രേഖപ്പെടുത്തി കത്ത് കൊടുത്തിട്ടുണ്ട്. ആ കത്തിൻ്റെ അടിസ്ഥാനത്തിൽ സെക്രട്ടറി ആ അജണ്ട മാറ്റിവെച്ചിട്ട് വീണ്ടും അജണ്ട വെച്ച് ചർച്ച ചെയ്യണം. ഇതിന് പത്രപരസ്യം നൽകി ആളുകളെ അറിയിച്ച് നിയമപരമായി കോർഡിനേറ്ററെ നിയമിക്കാൻ നടപടി സ്വീകരിക്കണം എന്നാണ് അതിനെ സംബന്ധിച്ച് പറയാനുള്ളത്. കഴിഞ്ഞ 6-ന് ചേർന്ന നഗരസഭാ കൗൺസിലിൽ പത്രപരസ്യം നൽകാതെയും മതിയായ അറിയിപ്പ് യുവജനങ്ങൾക്ക് നൽകാതെയും ഇഷ്ടക്കാരെ നിയമിക്കാനാണ് അജണ്ട വെച്ചത്. എന്നാൽ കൗൺസിൽ നോട്ടീസ് ഇറങ്ങിയ ശേഷം വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി യോഗം 6-ാം തീയതി 11 മണിക്ക് വിളിച്ചുകൂട്ടി 2 പേർ മാത്രം ഇന്റർവ്യൂവിൽ പങ്കെടുത്തതായി വ്യാജരേഖ ചമച്ച് ഒരാൾക്ക് 8 മാർക്കും അടുത്തയാൾക്ക് 7 മാർക്കും നൽകിയാണ് കൗൺസിലിൽ അജണ്ട വന്നത്. എന്നാൽ ഈ നടപടി നിയമവിരുദ്ധമാണെന്നും മതിയായ പരസ്യം നൽകാതെയും യുവജനങ്ങളെയും അറിയിക്കാതെയും പിൻവാതിൽ നിയമനം നടത്താൻ നടത്തിയ ശ്രമം ഉപേക്ഷിക്കണമെന്നും UDF കൗൺസിലർമാർ ആവശ്യപ്പെട്ടു. മതിയായ പരസ്യം നൽകിയ ആളെ നിയമിക്കാൻ ബന്ധപ്പെട്ടവർ തയ്യാറാകണമെന്നും അല്ലാത്തപക്ഷം നിയമപരമായി നേരിടുമെന്നും UDF പാർലമെന്ററി പാർട്ടി ലീഡർ CS ഭാഷ പറഞ്ഞു. കൗൺസിലർമാരായ അൻഷാദ്, ഗീത, അംബിക, ഷീജ തുടങ്ങിയവരും പങ്കെടുത്തു. CDNet ന്യൂസ് കായംകുളം.